PV അൻവർ MLA മലപ്പുറം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ SP ശശിധരൻ IPSനെ ഇരുത്തിപ്പൊരിച്ചപ്പോൾ വല്ലാത്ത പൊള്ളൽ ചില മാപ്രകൾക്കും പിന്നാലെ IPSകാർക്കുമുണ്ടായി. ശശിധരനെ പരസ്യമായി അവഹേളിച്ചതിൽ മാപ്പ് പറയണമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ പലർക്കും അത് അസംതൃപ്തി ഉണ്ടാകും, വേദനയുണ്ടാക്കും, നോവുണ്ടാക്കുമെന്നുള്ള കാര്യം. 28 മിനിറ്റ് നീളുന്ന ആ പ്രസംഗം കേട്ടാൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ മുൻനിർത്തി ചില കാര്യങ്ങൾ വിമർശിച്ചു. അതിൽ തൻ്റെ സാധനം മോഷണം പോയതിനെ സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ SP ഉദാസീനതയെ തുറന്നുകാട്ടിയാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം. പിന്നെ മറ്റൊന്ന്, മറുനാടൻ മറുത എന്ന ഓൺലൈൻ ചാനലുകാരന് പോലീസുകാരിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും അദ്ദേഹത്തിൻ്റെ കേസുകളിൽ നടത്തുന്ന അലംഭാവവും. ഇത്തരം വിഷയങ്ങളിലും പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണ പോലീസുകാരോട് നടത്തുന്ന കാടത്ത സമീപനവും ഒപ്പം മനുഷ്യത്വ വിരുദ്ധമായ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ SP ഇടപെടലിനെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ വിഷയത്തിലാണ് ഉടനടി പൊള്ളിയത്രേ. മാപ്പറകളിലൂടെയാണ് ഈ പൊള്ളൽ പുറത്തേക്ക് വന്നത്. ഇതിന് പിന്നാലെ IPS ഉദ്യോഗസ്ഥരുടെ സംഘടന ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. ഇത് ഇങ്ങനെയാണ് കണ്ടേ: PV അൻവർ മാപ്പ് പറയണം, ഒപ്പം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുമെന്നും IPS ഉദ്യോഗസ്ഥരുടെ സംഘടന അറിയിച്ചതിന് പിന്നാലെ ആ ചൂടങ്ങോട്ട് മാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അൻവർ ഒന്നല്ല ഒരു 3 മാപ്പങ്ങ് ഇറക്കിയിട്ട് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ആ 3 മാപ്പാണ്. കേരളത്തിൻ്റെ മാപ്പുണ്ട്, മലപ്പുറം ജില്ലയുടെ മാപ്പുണ്ട്, നിലമ്പൂരിൻ്റെ മാപ്പുണ്ട്. ഇനിയും വേണോ മാപ്പ്? അങ്ങനെ ഈ പറഞ്ഞ 3ൻ്റെയും മാപ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രതീകാത്മക മാപ്പങ്ങ് നടത്തി. ചിലത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ പ്രത്യേക താല്പര്യത്തോടുകൂടി കേൾക്കുന്ന മാപ്രകൾ ഒഴികെ വേറെ ആർക്കും അതിൽ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നില്ല. ചില കാര്യങ്ങൾ പറയണമെന്ന് ഉള്ളത് പറയുമ്പോൾ തുള്ളിപ്പോകും. അത് തന്നെയാണ് അവിടെ ഉണ്ടായത്. മലപ്പുറം ജില്ലാ SP ഇടപെടലും ചില പോലീസുകാരെയെല്ലാം അനാവശ്യമായി ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥയും അത് അവരിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ എനിക്കുള്ള ചില അനുഭവങ്ങൾ പറയും, അതിന് പറ്റുമെങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന് അറിയിച്ചിരുന്നു. അത് പറയാമെന്ന് അവർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പോൾ പറയാം, ഒരു കുഴപ്പമില്ല. ഈ പൊള്ളലേൽക്കുന്നവരെന്ന് പറഞ്ഞാൽ കുറച്ച് മാടമ്പി മനസ്സുള്ളവരാണ്. കാര്യം നമ്മൾക്ക് എന്തു ആകാം, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഒന്നും മാനിക്കേണ്ട സിനിമാ സ്റ്റൈൽ ഭരത്ചന്ദ്രന്മാരെയും അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജുമാരൊക്കെ ഈ IPSകാർക്കിടയിലുണ്ട്. അവരെ സംബന്ധിക്കുന്നിടത്തോളം പൊള്ളിയെങ്കിൽ പൊള്ളട്ടെ എന്നേ പറയാനുള്ളൂ. ഏഷ്യാനെറ്റുള്ളിലെ ചില പോലീസ് ഏമാന്മാരുടെ മൂട് താങ്ങുന്ന മാപ്രകൾക്കൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളലിനൊക്കെ പുച്ഛിച്ച് തള്ളേണ്ട സന്ദർഭം തന്നെയാണ്. അതിന് കൃത്യ സന്ദേശമാകുന്ന മറുപടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അൻവർ പങ്കുവച്ചിരിക്കുന്നതെന്ന് പറയാം.